ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് പറയുന്നത്? എന്താണ്? അല്ല, ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീമല്ലേ ഇവ ഫെമിനിസ്റ്റുകൾ. ഇതിൽ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈക്വൽ ആവണം? പുരുഷൻ സ്ത്രീ എങ്ങനെ ഈക്വൽ ആവുന്നത്? ഒരിക്കലാവില്ല. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു കാലിബർ അല്ല ഒരു പുരുഷന്റെ കാലിബർ. രണ്ടും രണ്ടല്ലേ? അതല്ലേ മറ്റേ സ്ത്രീ പുരുഷനാവാനും ശ്രമിക്കാൻ പറ്റില്ല, ഒരു പുരുഷൻ സ്ത്രീ ആവാനും പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, സ്ത്രീ പുരുഷനാവാൻ ശ്രമിക്കുന്നതോ പുരുഷൻ സ്ത്രീയാവാൻ ശ്രമിക്കുന്നതോ അല്ല ഫെമിനിസം. അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നവരല്ല ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് പറയുന്നത്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ടോപ്പിക്. നമ്മുടെ ടോപ്പിക് എന്താണ് ഫെമിനിസം, ആരാണ് ഫെമിനിസ്റ്റ്. എക്കണോമിക്കലി, പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി എല്ലാ ജെൻഡേഴ്സിനും ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫെമിനിസം. ഈക്വാലിറ്റി ആണ് ഫെമിനിസം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം ചില പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിനുള്ള ഉത്തരമാണ് നിഷാമ പറഞ്ഞത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാലിബറാണ് ഉള്ളത്. രണ്ട് ഡിഫറെന്റ് കാലിബറുള്ള ജെൻഡേഴ്സിനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ഈക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റുക? അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴും കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഫെമിനിസം ഈസ് ജസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. അതാണ് ഫെമിനിസം. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാലും ഒരു ചിരി കളിയാക്കലൊക്കെയാണ് നമ്മുടെ നാട്ടുകാർക്ക്. അതിന്റെ ഒരു റീസൺ ഫെമിനിസം എന്താണ് എന്നറിയാത്തതും, മറ്റൊരു റീസൺ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തി വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടുമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫെമിനിസ്റ്റിനെ പരിചയപ്പെടുത്താം. മലാല യൂസഫ്സായി. പാകിസ്ഥാനിയാണ്, ആക്ടിവിസ്റ്റ് ആണ്, ആൻഡ് ഓൾസോ ഫെമിനിസ്റ്റ് ആണ്. താലിബാനിലെ ഭീഷണികളുടെ പോലും വകവയ്ക്കാണ്ട് സ്ത്രീകൾക്ക്, പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലോകത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ആണ് മലാല. അപ്പൊ എല്ലാ ഫെമിനിസ്റ്റുകളെയും കളിയാക്കരുത്. അപ്പൊ എന്താണ് ഫെമിനിസം എന്നും ആരൊക്കെയാണ് ഫെമിനിസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലെയുള്ള ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ. കാരണം മാമിനെ ഒരുപാട് പേര് ഫോളോ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാനടക്കം ഒരുപാട് പേര്. അപ്പൊ ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ആരാണ് ഫെമിനിസ്റ്റ്, എന്താണ് ഫെമിനിസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒന്നും കൂടിയാവും. പിന്നെ അപ്പുറത്തിരിക്കുന്നതിനെ ഞാനൊന്നും പറയുന്നില്ല, കാരണം അതെന്താണ് എന്ന് കേരളത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ താങ്ക് യു.